Hello guys, welcome to our channel. Hello, now you are going to see how do we prepare prawns rolls. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങൾ കാണാൻ പോകുന്നത് മസാല, ഇതിൻ്റെ കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി എടുക്കുന്ന സാധനങ്ങൾ 2 സവാള, 1 തക്കാളി, പിന്നെ ഗാർലിക് പേസ്റ്റ് അഥവാ വെള്ളപ്പൂണ്ട് അല്ലെങ്കിൽ വെള്ളുള്ളി എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മൾ ആദ്യമായി സവാള ഒരു കടായി അഥവാ ഫ്രൈയിങ് പാനിലേക്ക് ഇട്ട് വഴറ്റുക, നല്ലവണ്ണം വഴറ്റിയെടുക്കുക. വഴറ്റുമ്പോൾ അടിയിൽ പിടിക്കാണ്ട് സൂക്ഷിക്കുക. പിന്നെ വേണ്ടതിനുള്ള തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത ശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഇതിൻ്റെ വെളുത്തുള്ളി അരച്ച് വെച്ച പേസ്റ്റാണ്. അതിനുശേഷമായി വീണ്ടും നമ്മൾ ചേർക്കേണ്ടത് അതിലേക്ക് ആവശ്യമായ കാശ്മീരി ചില്ലി, പിന്നെ ഗുണ്ടൂർ ചില്ലി, ഇതിൻ്റെയൊക്കെ പൊടികളും അത്യാവശ്യത്തിന് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ്. ഇതിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് അടിയിൽ പിടിക്കാണ്ട് നോക്കിക്കോളൂ. അടിയിൽ പിടിച്ചാൽ കറിയുടെ ടേസ്റ്റ് കുറയും. പിന്നെ അത്യാവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊള്ളുക. എല്ലാം കൂടെ ചേർത്ത് ചേരുവകളായി സ്വാദിഷ്ടമായ ഒരു കറിക്ക് വേണ്ടിയുള്ള മസാലയ്ക്കുള്ള തയ്യാറെടുപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്കുള്ള ഇളക്കി മറിക്കുകയാണ്. ഇപ്പോൾ മസാല ഏകദേശം ഒന്ന് വഴറ്റി കിട്ടിയിരിക്കുകയാണ്. ഇനി ഇത് നമ്മളിതിനെ തണുക്കാൻ വേണ്ടി വയ്ക്കുക. തണുത്ത ശേഷം ഇത് മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതാണ്. അരച്ച് കഴിഞ്ഞാലേ അതിൻ്റെ ആ ചാറ് അല്ലെങ്കിൽ കുഴമ്പിലേക്കുള്ള നല്ല കൊഴുകൊഴുപ്പായുള്ള മസാല നമുക്ക് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്കാണ്. ഇപ്പോൾ മസാല ഏകദേശം വഴണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് അടുത്തതായി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതിനെ അരച്ചിരിക്കുകയാണ്. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, തീരെ ഇത് കുഴഞ്ഞു പോകണ്ട, തീരെ പൗഡർ ഫോമിലാകണ്ട. എന്നിട്ട് നമ്മൾ വീണ്ടും പ്രോൺസ് എടുത്ത് നമ്മൾ വീണ്ടും ഇതിലേക്ക് ഇട്ടുകൊണ്ട് അതിനെ ഓയിൽ ഒഴിച്ചുകൊണ്ട് പ്രോൺസിനെ അത് ഫ്രൈ ചെയ്തെടുക്കാം, ഒന്ന് റോസ്റ്റ് എടുക്കാം. ആകെ ഒരു 2 മിനിറ്റ് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ആ ചെയ്യുന്ന സമയത്തേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊണ്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ 1/2 കിലോ പ്രോൺസ് നേരത്തെ തന്നെ വെള്ളത്തിൽ 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി അതിൻ്റെ വേണ്ടാത്ത സ്മെല്ലും സ്കെയിൽസും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്ത് അതിനെ ഒന്ന് സെറ്റാക്കുക. ഇളക്കി മറിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അടിയിൽ പിടിക്കാതെ ഇതിനെ വാരിയെടുത്ത് അല്ലെങ്കിൽ കോരിയെന്നോ വാരിയെന്നോ വടക്കൻ കേരളവും തെക്കൻ കേരളവും ഏത് ഭാഷയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രോൺസ് കംപ്ലീറ്റ് ആ പാനിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാല നമ്മൾ അരച്ച് വെച്ച മസാല വീണ്ടും ഈ പാനിലേക്ക് ഇട്ടുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. മസാല തിളയ്ക്കുമ്പോൾ അത്യാവശ്യമായ ഉപ്പ്, എരിവുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ ചേർത്ത് നോക്കിക്കൊള്ളുക. അതിൽ തന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊള്ളുക. കൂടുതലുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. മസാല ഏകദേശം നല്ല കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ആ പ്രോൺസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തൊരു 5 മിനിറ്റ് മാത്രമേ ഇത് വേവിക്കാൻ പാടുള്ളൂ. അതായത് ടോട്ടൽ കുക്കിംഗ് ടൈം ഓഫ് പ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 2 + 5 ആണ്. ടോട്ടൽ 8 മിനിറ്റ്സ്. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 8 മിനിറ്റ്സ് ദെൻ ദ പ്രോൺ വിൽ നോട്ട് ബി ഫീലിംഗ് ടേസ്റ്റി. ഇപ്പോൾ നമ്മൾ അതിലേക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. മല്ലിച്ചപ്പ് എന്നതിൻ്റെ ടേസ്റ്റ് മേക്കറാണ്. പിന്നെ അത്യാവശ്യത്തിന് ഒരു ഗ്രീൻ ലീഫ് വെജിറ്റബിൾ കൂടെ ഇതിനകത്ത് കയറിക്കൊള്ളുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മൾട്ടി വിറ്റാമിൻ കിട്ടുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കുക. ഇതൊരു റോസ്റ്റ്, തീരെ വെള്ളവുമല്ല വാട്ടറിയുമല്ല ഡ്രൈയുമല്ല, എന്നാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റിയായ ഒരു ഡിഷാക്കി എടുക്കുക. അതിനുവേണ്ടി ഇത് 5 മിനിറ്റ് നമ്മളത് വേവിക്കുക. ഇതിപ്പോൾ നമ്മളത് ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കറായി ഒരു നാരങ്ങ നീര് ഒന്ന് പൊട്ടിച്ചൊഴിക്കുമ്പോൾ നാരങ്ങയുടെ കുരു ഇതിലേക്ക് വീഴാണ്ട് നോക്കിക്കൊള്ളുക. കുറച്ച് ഒരു ബെറ്റർ ടേസ്റ്റിന് വേണ്ടിയിട്ടാണത്. അതായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. സ്വാദിഷ്ടമായ